ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈറ്റിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, യു സൈൻ തീറ്റ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്, യു കോസ് തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഡയറക്ഷനിലാണോ കവർ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ? നമുക്കറിയാം വെർട്ടിക്കൽ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊജക്റ്റഡ് മോഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ടു ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും മോഷൻ വേണം, വെർട്ടിക്കൽ ഡയറക്ഷനിലും മോഷൻ ഉണ്ട്. അപ്പം ഇതിലേത് മോഷൻ എടുത്താലാണ് ഹൈറ്റ് കിട്ടുന്നത്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പം കിട്ടുന്നത് റേഞ്ചാണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈറ്റ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വെർട്ടിക്കൽ മോഷനെയാണ്. വെർട്ടിക്കൽ മോഷൻ, അതും വെർട്ടിക്കൽ മോഷൻ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഹൈറ്റ് 0 ആണ്, ഇൻക്രീസ് ചെയ്ത് മാക്സിമം ഹൈറ്റ് എത്തി. മാക്സിമം ഇനി അതിൽ കൂടത്തില്ല, അതുകൊണ്ടാണ് മാക്സിമം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഇനിയില്ല, ഇനി അങ്ങോട്ട് കുറയത്തതേ ഉള്ളൂ, ഹൈറ്റ് കുറഞ്ഞു വരത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഹൈറ്റ് ഇനി കുറഞ്ഞ് ഏറ്റവും അവസാനം 0 ആവും. അപ്പോൾ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫുൾ മോഷൻ്റെ ആവശ്യമില്ല, മാക്സിമം ഹൈറ്റ്, അതായത് വെർട്ടിക്കൽ വെലോസിറ്റി 0 ആവുന്ന സമയം, അല്ലെങ്കിൽ അസെൻഡിങ് അവസാനിക്കുന്നത് വരെയുള്ള മോഷൻ എടുത്താൽ മതി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വെലോസിറ്റി, അസെൻഡിങ് അവസാനിക്കുമ്പോഴുള്ള വെലോസിറ്റി. അപ്പോൾ ഇത് രണ്ടും ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചാൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഡിറൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് പ്രൊജക്ടൈൽ up to end of ascending. അസെൻഡിങ് അവസാനിക്കുന്നത് വരെയുള്ള വെർട്ടിക്കൽ മോഷനാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാത്രം ഒരു ഗ്രാഫ് ഞാൻ വരയ്ക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മുതൽ അസെൻഡിങ് അവസാനിക്കുന്നത് വരെയുള്ള മോഷൻ കൺസിഡർ ചെയ്യുകയാണ്, അതും വെർട്ടിക്കൽ മോഷൻ. എങ്ങനെയാണെങ്കിൽ അസെൻഡിങ് അവസാനിക്കുമ്പോൾ ഉള്ള എൻഡ് ഓഫ് അസെൻഡിങ് ഇതാണ്, സ്റ്റാർട്ട് ഓഫ് അസെൻഡിങ്. അപ്പോൾ ഇവിടെ എൻഡ് ഓഫ് അസെൻഡിങ് വരെയുള്ള മോഷൻ കൺസിഡർ ചെയ്താൽ ഇത്രയും മോഷനെ മാത്രം നമ്മൾ എന്താ ചോദിച്ചാൽ അതിനെ നമുക്ക് അസെൻഡിങ് എന്ന് പറയാം. ഇവിടെ വെച്ചിട്ട് അസെൻഡിങ് അവസാനിക്കുക എങ്കിൽ ആ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, വി എന്ന് എഴുതിയിരിക്കുന്നത് വെർട്ടിക്കൽ എന്ന് ഉദ്ദേശിക്കാൻ, ആ മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എച്ച് ആണ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് യു സൈൻ തീറ്റയാണ്. ഈ യു സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റിന് ഗ്രാവിറ്റി എ ഇസ് ഈക്വൽ ടു ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ ഗ്രാവിറ്റി ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഗ്രാവിറ്റി ഇതിന് താഴേക്ക് അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ യു സൈൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂ കുറയാൻ തുടങ്ങും. കുറഞ്ഞ് ഈ ഹയസ്റ്റ് പോയിന്റിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി യു വി എന്ന് എഴുതിയിരിക്കുന്നത് ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റ ആണ്. ആൻഡ് വി എന്ന് എഴുതിയിരിക്കുന്നത് യു എന്ന് ഉദ്ദേശിക്കുന്നത് ഇനിഷ്യൽ, വി എന്ന് ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ, വി എന്ന് ഉദ്ദേശിക്കുന്നത് ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റിയും വി എന്ന് ഉദ്ദേശിക്കുന്ന ഫൈനൽ, ഈ സഫിക്സ് വി എഴുതിയിരിക്കുന്നത് വെർട്ടിക്കൽ എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി, ആൻഡ് ദ ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി ഈസ് 0. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റിയും കിട്ടി, ഫൈനൽ വെലോസിറ്റിയും കിട്ടി. നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ, അതാണ് നമുക്ക് വേണ്ടത്, ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് എഴുതിയേക്കാം. യു വി മീൻസ് ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി, അത് ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റയാണ്.
വി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി എപ്പോഴാ? അറ്റ് എൻഡ് ഓഫ് അസെൻഡിങ് അവസാനിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റിയാണ് വി. അതിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും SV. വാട്ട് ഈസ് SV? SV is the maximum vertical distance covered. SV is the maximum vertical distance covered is equal to അതിനെ h എന്നാണ് എടുക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ: ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി u sin theta, ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി 0, മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് is equal to h. ഈ 3 പേരെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഈ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള മോഷൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിലുള്ളതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ്. ആ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള മോഷനിൽ ആക്സിലറേറ്റഡ് മോഷനാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. u sin theta എന്ന് പറയുന്ന വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. u sin theta എന്ന് പറയുന്ന വാല്യൂ ചേഞ്ച് ചെയ്താൽ അത് ആക്സിലറേറ്റഡ് മോഷനാണ്. പക്ഷേ ആ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം, ആ വേരിയേഷൻ ഉണ്ടാകാനുള്ള കാരണം ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ഫോഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആക്സിലറേഷന് നമുക്കറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 m/s² എന്ന് പറയും. ഈ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. വെർട്ടിക്കൽ മോഷൻ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. വെർട്ടിക്കൽ മോഷൻ ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. വെർട്ടിക്കൽ മോഷൻ ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഇക്വേഷൻസ് എല്ലാം നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്: ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ, UVSA. ഈ 4 കാര്യങ്ങളും കൂടി റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. v² - u² is equal to 2as. v² - u² is equal to 2as. ഇവിടെ v എന്ന് പറയുന്നത് ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി ആണ്. u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ആണ്. 2a എന്ന് പറയുന്നത് g ആണ്. s എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. വേണ്ട, s എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബോഡി യാത്ര ചെയ്യുന്നത് എഗൈൻസ്റ്റ് ഗ്രാവിറ്റിയാണ്. ഓക്കെ, എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആയതുകൊണ്ട് 2 × g എന്ന് എഴുതിയാൽ പോരാ, -g എന്ന് എഴുതണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം അസെൻഡ് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലേക്കല്ല യാത്ര ചെയ്യുന്നത്, എഗൈൻസ്റ്റ് ദ ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഗ്രാവിറ്റിയുടെ ഓപ്പോസിറ്റ് യാത്ര ചെയ്യുമ്പം ഡീസെലറേഷൻ ആണ് ഉണ്ടാകുന്നത്. ആക്സിലറേഷൻ അല്ല അവിടെ ഉണ്ടാകുന്നത്, ഡീസെലറേഷൻ ഓർ റിട്ടാർഡേഷൻ. വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. u sin theta കുറഞ്ഞാണ് 0 ആവുന്നത്. അപ്പം ജിയുടെ വാല്യൂ നെഗറ്റീവാണ്. റിട്ടാർഡേഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ജിയുടെ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി 0. അപ്പോൾ 0² മൈനസ് ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് u sin theta ആണ്. അപ്പോൾ u sin theta സ്ക്വയർ ഇസ് ഈക്വൽ ടു -2g × SV എന്ന് പറയുന്നത് h ആണ്. അപ്പോൾ -2gh. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷന് വേണ്ടി ഞാൻ ഇതൊക്കെ ഒന്ന് വായിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടോപ്പിക്കൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 0² എന്ന് പറയുന്നത് 0 ആണ്. 0 മൈനസ് u sin theta സ്ക്വയർ എന്ന് പറയുമ്പം യുനും സ്ക്വയർ സൈൻ തീറ്റയ്ക്കും സ്ക്വയർ. അപ്പോൾ u² sin² തീറ്റ എന്നാണ്. u² sin² തീറ്റ ഇസ് ഈക്വൽ ടു -2gh. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചെഴുതിയാൽ 2gh ഇസ് ഈക്വൽ ടു u² sin² തീറ്റ എന്നാണ്. സോ വാട്ട് ഈസ് h എന്ന് ചോദിച്ചാൽ ഈ 2g ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ u² sin² തീറ്റ ബൈ 2g. അപ്പോൾ ഇതാണ് ഒരു പ്രൊജക്റ്റിലിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് h ഇസ് ഈക്വൽ ടു u² sin² തീറ്റ ബൈ 2g. അപ്പോൾ ഇതാണ് നമ്മൾ ഹൈറ്റിൻ്റെ ഡെറിവേഷൻ.
ക്ലിയർ ആണല്ലോ? അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓർ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഒരു പ്രൊജക്റ്റിലിന് ഏതെങ്കിലും ഇപ്പം ഒരു പ്രൊജക്റ്റിലിന് നമുക്ക് 0യേക്കാളും കൂടുതലും 90യേക്കാളും കുറവുള്ള ഏത് ആംഗിളിൽ വേണമെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഇത് അറ്റൈൻ ചെയ്യുന്ന ഹൈറ്റിനകത്ത് വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് എൻ്റെ ചോദ്യം, ഏത് ആംഗിളിലാണ് വെർട്ടിക്കൽ ഹൈറ്റ് മാക്സിമം ആവുന്ന ആംഗിൾ ഏതാണ്? 0 മുതൽ 90 വരെയുള്ള ആംഗിളിൽ ഏതോ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഹൈറ്റ് മാക്സിമം ആവും. ആ ആംഗിൾ ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതായത് നമുക്ക് മാക്സിമം ഹൈറ്റ് വേണം. മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ ഇപ്പോൾ നോക്കിയാൽ, ഇപ്പോൾ ഒരു ഗ്രാഫ് വരച്ച് കാണിച്ചത്, ഇപ്പോൾ ഒരു ബോഡിയെ ഓരോ ആംഗിളിൽ പർട്ടിക്കുലർ ആംഗിളിൽ ത്രോ ചെയ്യുന്നതനുസരിച്ച് ഹൈറ്റ് ഇങ്ങനെ മാറി 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 വരും. അപ്പോൾ ഇതെല്ലാം മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഈ വരച്ചിട്ടിരിക്കുന്നതെല്ലാം. പക്ഷേ ഇതിൽ ഏതോ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മാക്സിമം ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എച്ച് മാക്സ് എന്ന് പറയുന്നത്, മാക്സിമം ഹൈറ്റ്. അപ്പോൾ ഒരു ബോഡിക്ക് കിട്ടാവുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. എച്ച് മാക്സിമം ആവണമെങ്കിൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2gയുടെ വാല്യൂ മാക്സിമം ആയേ പറ്റൂ. ഇനി യുവിൻ്റെ വാല്യൂ ഫിക്സഡ് ആണ്, വെലോസിറ്റി ഫിക്സഡ് ആണെങ്കിൽ യു സ്ക്വയർ ഓൾറെഡി മാക്സിമം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ജിയുടെ വാല്യൂ ഫിക്സഡ് ആണ്, 9.8 ആണ്. അപ്പോൾ എച്ച് മാക്സിമം ആവണമെങ്കിൽ ഇനി ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ മാക്സിമം ആവും. സൈൻ തീറ്റയുടെ ഏറ്റവും വലിയ വാല്യൂ 1 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 1. അപ്പോൾ ശ്രദ്ധിക്കുക, സൈൻ തീറ്റ എത്ര ആയിക്കോട്ടെ, സൈൻ 0 മുതൽ നമുക്കറിയാവുന്ന ഏത് ആംഗിൾ വേണമെങ്കിലും എടുത്തോ. അപ്പോൾ സൈനിനകത്ത് കിട്ടുന്ന സൈൻ്റെ വാല്യൂ 0യിൽ നിന്ന് തുടങ്ങി 1 ആയി, വീണ്ടും കുറഞ്ഞ് -1 ആയി, വീണ്ടും 0 ആയി, അങ്ങനെയാണ് സൈൻ്റെ ഗ്രാഫ് പോകുന്നത്. അപ്പോൾ സൈൻ്റെ ഏറ്റവും വലിയ വാല്യൂ 1ഉം ഏറ്റവും ചെറിയ വാല്യൂ 0 അല്ല, -1 ആണ്. അപ്പോൾ സൈൻ്റെ വാല്യൂ -1 മുതൽ +1 വരെയുള്ള റേഞ്ചിലാണ് സൈൻ്റെ വാല്യൂ. അപ്പോൾ ആ കിട്ടുന്ന ഏറ്റവും വലിയ വാല്യൂ 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 ആവണം. അപ്പോൾ വാട്ട് ഈസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ √1. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ 1 ആവാം. സൈൻ തീറ്റയുടെ വാല്യൂ 1 ആവണമെങ്കിൽ തീറ്റ = 90 ഡിഗ്രി ആണ്. അപ്പോൾ തീറ്റ = 90 ഡിഗ്രിയിലാണ് സൈൻ തീറ്റ 1 ആവുന്നത്. സൈൻ തീറ്റ 1 ആയാൽ സൈൻ സ്ക്വയർ 1 ആവും. സൈൻ സ്ക്വയർ തീറ്റ 1 ആയാൽ സൈൻ സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ ആയി. സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ ഹൈറ്റ് മാക്സിമം ആവും. തിരിച്ചു പറയും. അപ്പോൾ ഹൈറ്റ് മാക്സിമം ആവണമെങ്കിൽ തിരിച്ചു പറയാം, തീറ്റ = എത്ര ഡിഗ്രി? 90 ഡിഗ്രി. തീറ്റ = 90 ഡിഗ്രി എന്ന് വെച്ചാൽ വെർട്ടിക്കലിൽ നിന്ന് അളന്നെടുക്കുമ്പം 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരെ മേളിലേക്ക് എറിയുമ്പോൾ മാത്രമേ മാക്സിമം ഹൈറ്റ് കിട്ടൂ. നമ്മളൊരു കല്ല് വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ എറിഞ്ഞാലാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹൈറ്റ്. അതേ സ്പീഡിൽ നമ്മൾ കുറച്ച് ചരിച്ചെറിയുവാണെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ എറിഞ്ഞ ഹൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മസ്റ്റ് ബി 90 ഡിഗ്രി. അപ്പോൾ ഒരു മാർക്കിന് വയ്ക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ആംഗിൾ അറ്റ് വിച്ച് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് മാക്സിമം ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ മാക്സിമം ഹൈറ്റ് കിട്ടത്തുള്ളൂ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ രണ്ടാമത്തെ ഡെറിവേഷൻ. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ അടുത്ത രണ്ടാമതായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ്. വാട്ട് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് ചോദിച്ചാൽ ദ ടോട്ടൽ ടൈം ഓഫ് ട്രാവലിംഗ് ഓഫ് എ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈലിൻ്റെ യാത്ര ചെയ്യാനെടുത്ത ടോട്ടൽ സമയത്തിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ പകുതി സമയം അസെൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, പകുതി സമയം ഡിസെൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസെൻഡ് ചെയ്യുമ്പോഴും പറക്കുവാണ്, ഡിസെൻഡ് ചെയ്യുമ്പോഴും പറന്നുകൊണ്ടേയിരിക്കുവാണ്. അതുകൊണ്ട് അസെൻഡിങ് ഈസ് എ ഫ്ലൈറ്റ്, ഡിസെൻഡിങ് ഈസ് ഓൾസോ ഫ്ലൈറ്റ്. സോ ദ ടോട്ടൽ ടൈം ഈസ് ഓൾവേസ് ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് വാട്ട് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ദ ടോട്ടൽ ടൈം ഓഫ് ജേർണി ഓഫ് എ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈൽ യാത്ര ചെയ്ത ടോട്ടൽ സമയത്തിനെയാണ് നമ്മൾ
ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അസെൻഡിങ് ചെയ്യുകയാണ്, ഡിസെൻഡിങ് ചെയ്യുകയാണ്. അസെൻഡിങ് വെർട്ടിക്കൽ മോഷനാണ്, ഡിസെൻഡിങ് ഈസ് ഓൾസോ വെർട്ടിക്കൽ മോഷൻ. അപ്പോൾ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും കൂടി കമ്പൈൻ ചെയ്താണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആരെ തന്നെ കൺസിഡർ ചെയ്യണം? അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ പറയുകയാണ് കൺസിഡർ വെർട്ടിക്കൽ മോഷൻ. വെർട്ടിക്കൽ മോഷനാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. എപ്പോഴാ? ടിൽ ദ എൻഡ്, അവസാനം വരെ എടുക്കണം. നേരത്തെ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അസെൻഡിങ് അവസാനിക്കുന്നത് വരെയുള്ള മോഷൻ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ടൈം ഓഫ് ഫ്ലൈറ്റ് തുടക്കം മുതൽ അവസാനം വരെയുള്ള സംഭവമായതുകൊണ്ട് നമ്മൾ കൺസിഡർ വെർട്ടിക്കൽ മോഷൻ ടിൽ എൻഡ് അവസാനിക്കുന്നത് വരെയുള്ള വെർട്ടിക്കൽ മോഷൻ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പടം ഞാൻ ഇവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെയുള്ള പ്രൊജക്റ്റൈൽ മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ 0 ആണ്. അപ്പോൾ പയ്യനെ കൂടി ഇവിടെ എത്തുമ്പോൾ h ആയി, വീണ്ടും കുറഞ്ഞ് ഏറ്റവും അവസാനം എത്തുമ്പോൾ എത്രയായി? 0. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഗ്രൗണ്ടിൽ നിന്നാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് യാത്ര തുടങ്ങിയത്, തിരിച്ച് വീണ്ടും ഗ്രൗണ്ടിൽ തന്നെ എത്തി. തുടങ്ങിയടുത്ത് തന്നെ തിരിച്ചെത്തി. തുടങ്ങിയടുത്ത് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലല്ല, വേറെ പോയിന്റിലാണ് വന്ന് വീണത്. പക്ഷേ വെർട്ടിക്കൽ പൊസിഷൻ കൺസിഡർ ചെയ്യുമ്പം ഗ്രൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, തിരിച്ച് വന്ന് വീണതും ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പം വെർട്ടിക്കൽ പൊസിഷൻ 0യിൽ തന്നെ തിരിച്ചെത്തി. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 0യിൽ തന്നെ എത്തി. വാട്ട് ഈസ് ദ ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്? ദ ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം, നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ടൈം വരുന്ന ഒരു ഇക്വേഷൻ എടുക്കണം. ടൈം വരുന്ന ഒരു ഇക്വേഷൻ എടുക്കണമെങ്കിൽ ഡിസ്റ്റൻസും ടൈമും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എടുക്കണമെങ്കിൽ S is equal to ut plus half at square എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഒന്നെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അപ്പോൾ S is equal to ut plus half at square എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈമിൻ്റെ സ്ക്വയർ ആണ് അവിടെ വരുന്നത്, പിന്നെ റൂട്ട് എടുത്താൽ മാത്രമേ ടൈം കിട്ടത്തുള്ളൂ. അതൊരു ഡിഫിക്കൽറ്റി, അതിൽ കാര്യമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ v is equal to u plus at എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുവാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ടൈം കിട്ടും. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള വെലോസിറ്റി അറിയണം, ഫൈനൽ പോയിന്റിലുള്ള വെലോസിറ്റി അറിയണം. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ തൽക്കാലം നമുക്ക് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ എന്ന് പറയുന്നത് v is equal to u plus at എന്ന് പറയുന്ന ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്ത് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വെലോസിറ്റി. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള വെലോസിറ്റിയെ u sin θ ആണ്. u sin θയുടെ വാല്യൂ അസെൻഡിങ് വരെയും മേളിലോട്ടാണ്, ഡിസെൻഡിങ് തൊട്ട് ഇത് താഴോട്ടാവും. തുടങ്ങിയ സ്ഥലത്ത് u sin θ ആണെങ്കിൽ ഇത് തിരിച്ച് ഇവിടെ ശ്രദ്ധിക്കുക, മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ 0 ആവും, പിന്നെ ഇൻക്രീസ് ചെയ്ത് u sin θ തന്നെയായി മാറും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അസെൻഡിങ് ചെയ്യാനെടുക്കുന്ന സമയവും ഡിസെൻഡിങ് ചെയ്യാനെടുക്കുന്ന സമയവും സെയിം ആണ്. അസെൻഡിങ് ചെയ്യുമ്പം u sin θ എന്ന് പറയുന്ന വാല്യൂ കുറഞ്ഞാണ് 0 ആവും. ഡിസെൻഡ് ചെയ്യുമ്പം 0 കൂടി വീണ്ടും u sin θ തന്നെ ആവും. പക്ഷേ u sin θയുടെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ദ ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ u sin θ തന്നെയാണ്. പക്ഷേ തുടങ്ങിയ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിന് മൈനസ് എന്നുള്ള വാല്യൂ, കാര്യം വെലോസിറ്റിയാണ് ഓർ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അപ്പോൾ അതിന് ഡയറക്ഷൻ വേണം. അപ്പോൾ u sin θ മേളിലോട്ട് പോസിറ്റീവ്, u sin θ താഴോട്ടായതുകൊണ്ട് മൈനസ് u sin θ എന്നെടുക്കണം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആയി, ഫൈനൽ വെലോസിറ്റി ആയി. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആയതുകൊണ്ട് -g ആണ്. ഇതിന് തുടക്കം മുതൽ, അതായത് u sin θ എന്ന് പറയുന്ന വെലോസിറ്റി ചേഞ്ച് ചെയ്ത് -u sin θ എന്ന് പറയുന്ന വെലോസിറ്റി ആവാനെടുത്ത സമയത്തിനെയാണ്, ടോട്ടൽ സമയത്തിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓർ TF എന്ന് പറയും, ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് u sin θ ആയി, ഇനീഷ്യൽ വെലോസിറ്റി ആയി, ഫൈനൽ വെലോസിറ്റി ആയി, ആക്സിലറേഷൻ ആയി, ടൈം ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും കൺസിഡർ ദ ഇക്വേഷൻ
V is equal to U plus AT. അതിൽ what is V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി. What is U എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി. പ്ലസ് എക്ക് പകരം മൈനസ് ജി കൊടുക്കാം, ഇൻറ്റു ടിക്ക് പകരം ടൈം ഓഫ് ഫ്ലൈറ്റ് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് വേണം. ടൈം ഓഫ് ഫ്ലൈറ്റ് ഉള്ള ഇക്വേഷൻ ഇപ്പുറം കൊണ്ടുവന്നാൽ മൈനസ് ജി ടി എഫ് എന്നുള്ളത് ഇപ്പുറം കൊണ്ടുവന്നാൽ മൈനസ് മാറി പ്ലസ് ആവും. പ്ലസ് ജി ഇൻറ്റു ടി എഫ് ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി വി വി അപ്പുറം ചെല്ലുമ്പോൾ മൈനസ് വി വി എന്നാവും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ജി ഇൻറ്റു ടി എഫ് ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്, മൈനസ് ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് മൈനസ് യു സൈൻ തീറ്റയാണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. യു സൈൻ തീറ്റ പ്ലസ് യു സൈൻ തീറ്റ 2u സൈൻ തീറ്റ എന്നാവും. അപ്പോൾ ജി ഇൻറ്റു ടി എഫ് ഇസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ എന്നായി. നമുക്ക് വേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ടി എഫ് ആണ്. അപ്പോൾ ആ ടി എഫ് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2u സൈൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂൻ്റെ കൂടെ ഈ ജി ഇവിടെ ഇൻറ്റു ചെയ്തേക്കുക, ഇപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ആൻസർ 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചു വയ്ക്കണം. വെർട്ടിക്കൽ ഹൈറ്റ് കാണാതെ പഠിച്ചു വയ്ക്കണം. കാര്യം പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഡെറിവേഷൻസ് ചോദിച്ചാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ കാണാതെ അറിയണം. വാട്ട് ഈസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓർ വെർട്ടിക്കൽ ഹൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിച്ചാൽ 2u സൈൻ തീറ്റ ബൈ g. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും കണ്ടുപിടിക്കാം. അസെൻഡിങ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടൈം ഓഫ് അസെൻഡിങ്. ടൈം ഓഫ് അസെൻഡിങ്ങിനെ എ എന്നും ടൈം ഓഫ് ഡിസെൻഡിങ്ങിനെ ടി ഡി എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടൈം ഓഫ് അസെൻഡിങ് എത്രയാണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ പകുതിയാണ്. ടൈം ഓഫ് ഡിസെൻഡിങ് എത്രയാണെന്ന് ചോദിച്ചാൽ അതും ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ പകുതിയാണ്. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഈക്വൽ ആണ്. അസെൻഡിങ് ചെയ്യാനെടുക്കുന്ന സമയം തന്നെയാണ് ഡിസെൻഡിങ് ചെയ്യാനും എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ടൈമിൻ്റെ പകുതിയാണ് അസെൻഡിങ് ടൈം, ടോട്ടൽ ടൈമിൻ്റെ ബാക്കി പകുതിയാണ് ഡിസെൻഡിങ് ടൈം. അങ്ങനെയാണെങ്കിൽ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഈക്വൽ ആണ്. അസെൻഡിങ്ങിനും ഡിസെൻഡിങ്ങിനും ഒരേ ആൻസർ തന്നെയാണ്. 2u സൈൻ തീറ്റ ബൈ ജി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ 2 ഉം 2 ഉം കട്ടായി പോകും. ആൻസർ u സൈൻ തീറ്റ ബൈ ജി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് അസെൻഡിങ് ടൈം എന്ന് ചോദിച്ചാൽ യു സൈൻ തീറ്റ ബൈ ജി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡിസെൻഡിങ് ടൈം എന്ന് ചോദിച്ചാൽ യു സൈൻ തീറ്റ ബൈ ജി. അപ്പോൾ യു സൈൻ തീറ്റ ബൈ ജിയും യു സൈൻ തീറ്റ ബൈ ജിയും കൂടി ആഡ് ചെയ്താൽ 2u സൈൻ തീറ്റ ബൈ ജി എന്ന് കിട്ടും. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹൈറ്റ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g, ടൈം ഓഫ് ഫ്ലൈറ്റ് 2u സൈൻ തീറ്റ ബൈ ജി, അസെൻഡിങ് ടൈം യു സൈൻ തീറ്റ ബൈ ജി, ഡിസെൻഡിങ് ടൈം യു സൈൻ തീറ്റ ബൈ ജി. ഓക്കെ. അപ്പം ഇനി നമുക്ക് അതിനകത്ത് ബാക്കിയുള്ള ഒരേ ഒരു ഡെറിവേഷനേ ഉള്ളൂ. ആ ഡെറിവേഷൻ റേഞ്ചിൻ്റെയാണ്. അപ്പം നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കാൻ പോകും. ഇത്രയും നേരവും നമ്മൾ അതായത് അസെൻഡിങ് ടൈം കണ്ടുപിടിക്കാനും ഡിസെൻഡിങ് ടൈം കണ്ടുപിടിക്കാനും ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും എല്ലാം നമ്മൾ വെർട്ടിക്കൽ മോഷനാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇനി ഹൊറിസോണ്ടൽ മോഷനെ ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അടുത്ത ലാസ്റ്റ് ടോപ്പിക്കായ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ മോഷനെയാണ്. ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്താൽ മാത്രമേ റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റൂ. വൈ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റേഞ്ചിൻ്റെ ഡെഫിനേഷൻ തന്നെ ഇതാണ്. ഇറ്റ് ഈസ് ദ horizontal distance covered by a projectile during the time of flight. Time of flight എന്ന് പറയുന്ന സമയം കൊണ്ട് ഒരു പ്രൊജക്റ്റൈൽ കവർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് റേഞ്ച് എന്ന് ചോദിച്ചാൽ R ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് covered during time of flight. Time of flight എന്ന് പറയുന്ന സമയം കൊണ്ട് കവർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഉറപ്പായിട്ട് ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്തേ പറ്റൂ. ഓക്കെ അല്ലേ?
അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ മോഷൻ്റെ പ്രത്യേകത പറയാം. ഹൊറിസോണ്ടൽ മോഷൻ യാത്ര ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വെലോസിറ്റി യൂക്കോസ്തീറ്റയാണ്. യൂക്കോസ്തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റ് തുടക്കം മുതൽ അവസാനം വരെ ചേഞ്ച് ചെയ്യുന്നില്ല. ഒരു ബോഡിയുടെ വെലോസിറ്റി തുടക്കം മുതൽ അവസാനം വരെയും ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ വെലോസിറ്റി യൂണിഫോം വെലോസിറ്റിയാണ്, ആ മോഷൻ യൂണിഫോം മോഷനാണ്. അപ്പം രണ്ട് ടൈപ്പ് മോഷൻ ഉണ്ട്, വെർട്ടിക്കൽ മോഷനുണ്ട്, ഹൊറിസോണ്ടൽ മോഷനുണ്ട്. വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനാണ്, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട്. ഹൊറിസോണ്ടൽ മോഷനിൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തതുകൊണ്ട് യൂക്കോസ്തീറ്റ എന്ന് പറയുന്ന വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നതിന് പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ. അപ്പം രണ്ടാമത്തെ പോയിന്റ്, ഹൊറിസോണ്ടൽ മോഷൻ ഈസ് യൂണിഫോം മോഷൻ. ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയുന്നത് യൂണിഫോം മോഷനാണ്. ഹൊറിസോണ്ടൽ മോഷൻ ഈസ് യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷനിൽ ഏത് യൂണിഫോം മോഷനോ ആയിക്കോട്ടെ, എല്ലാ യൂണിഫോം മോഷനിലും ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ, വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് റേഞ്ച്. അപ്പോൾ റേഞ്ച് വേണമെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടുത്തെ ടൈമിന് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത്. ടോട്ടൽ ടൈമിന് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ടൈം ഓഫ് ഫ്ലൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി? യൂക്കോസ്തീറ്റ ആണ്. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ്? 2u sin theta by g. അപ്പോൾ ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം. ഇവിടെ u ഉണ്ട്, u ഇൻറ്റു u സ്ക്വയർ എന്നായി. ബാക്കി പോയിട്ട് ഒരു 2 ഉണ്ട്, ഒരു സൈൻ തീറ്റ ഉണ്ട്, ഒരു കോസ് തീറ്റ ഉണ്ട്, ഡിവൈഡഡ് ബൈ g. ഇവിടെ 2 sin theta cos theta എന്നുള്ളത് നിങ്ങൾ +1 ഇപ്പോൾ മാത്തമെറ്റിക്സിൽ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന പാഠം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. 2 sin theta cos theta എന്ന് പറയുന്നത് sin 2 theta ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഇൻറ്റു sin 30 ഡിഗ്രി ഇൻറ്റു cos 30 ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ sin 30 കണ്ടുപിടിച്ച് cos 30 കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. അതിനേക്കാളും ഉള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ sin 2 തീറ്റ, ഇവിടെ തീറ്റയ്ക്ക് വരെ 30 ഡിഗ്രിയാണ്, 2 ടൈംസ് എന്ന് പറയുമ്പോൾ 30യുടെ 2 ടൈംസ് 60 ഡിഗ്രി. അപ്പോൾ 2 ഇൻറ്റു sin 30 cos 30യുടെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് ആൻസറിന് വേണ്ടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട, പകരം sin 60യുടെ ആൻസറും കണ്ടുപിടിച്ചാൽ മതി. ഇതൊരു എളുപ്പവഴിയാണ്, ഇത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി നമ്മളിവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. 2 sin theta cos theta എന്ന് പറയുന്നത് sin 2 തീറ്റയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ u സ്ക്വയർ sin 2 തീറ്റ ഡിവൈഡഡ് ബൈ g എന്നാവും. ഇതാണ് നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, u സ്ക്വയർ sin 2 തീറ്റ ബൈ g. sin 2 തീറ്റയും sin സ്ക്വയർ തീറ്റയും ഒന്നല്ല, അത് ഞാൻ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തന്നിട്ടേ ഞാൻ അടുത്ത ടോപ്പിക്ക് പോകണുള്ളൂ. കാരണം നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചതിനകത്ത് sin 2 തീറ്റയുടെ ആപ്ലിക്കേഷനും sin സ്ക്വയർ തീറ്റയുടെ ആപ്ലിക്കേഷനും പഠിച്ചിട്ടുണ്ടായിരിക്കും. എങ്കിലും ഞാൻ ഇത് പ്രത്യേകിച്ച് മാത്സിൽ നമ്മൾ പ്രോബ്ലത്തിൽ പ്രത്യേകം വരുന്നതാണ്.